blessing today. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഇന്നത്തെ ഈ എപ്പിസോഡ് നിങ്ങളുടെ ലൈഫിൽ ഒരു വലിയ അനുഗ്രഹമായി മാറട്ടെ. നമുക്കെല്ലാവർക്കും ചേർന്ന് ഇന്നത്തെ സ്പോൺസേഴ്സിന് വേണ്ടി ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നും പ്രാർത്ഥിക്കാം. കഴിഞ്ഞ നാളുകളിൽ നമ്മളെല്ലാവരും ചേർന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി, വ്യൂവേഴ്സിൻ്റെ പ്രാർത്ഥനയുടെ കൂടെ ഫലമായി പല കാര്യങ്ങളും നടന്നതായുള്ള റിപ്പോർട്ടുകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. നമുക്ക് ഒരുമിച്ച് ദൈവത്തിന് നന്ദി പറയുകയും ചെയ്യാം. കർത്താവ്, ഞങ്ങൾ ചേർന്ന് മുംബൈയിൽ നിന്നുള്ള വെൽവിഷർക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ആ കുടുംബം മുഴുവനും അനുഗ്രഹിക്കപ്പെടട്ടെ. പ്രത്യേകിച്ച് കർത്താവെ, ആ സോഫ്റ്റ്വെയർ ബിസിനസ്സിൽ കൂടുതൽ കർത്താവെ ഓർഡറുകൾ ലഭിക്കേണ്ടതിനായി ഞങ്ങൾ ഈ സമയത്ത് പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. 2013 ഏപ്രിൽ 22 കർത്താവെ, ഒരു എപ്പിസോഡ് സ്പോൺസർ ചെയ്ത് നിമിത്തമായി ആ പ്രോപ്പർട്ടിയുടെ സെയില് കർത്താവെ അങ്ങ് നടത്തി കൊടുത്തിട്ട് അതിനായി ഞങ്ങളെല്ലാവരും ചേർന്ന് അങ്ങക്ക് നന്ദി പറയും. പൂനെയിൽ നിന്നുള്ള രാജി ജേക്കബിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവ്, തന്നെയും തൻ്റെ ഭാര്യ റേച്ചലിനെയും അങ്ങ് ധാരാളമായി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ കർത്താവെ, ഇപ്പോൾ ചെയ്യുന്നതിനേക്കാൾ നല്ല ഒരു ജോലി ലഭിക്കുവാനും വീക്കെൻഡ്സിൽ ഓഫ് ലഭിക്കത്തക്ക രീതിയിലുള്ള നല്ല ഒരു ജോലി കർത്താവെ അങ്ങ് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ബാംഗ്ലൂരിൽ നിന്നുള്ള പ്രീതിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. 2 മക്കളെയും, ശ്വേതയെയും നിഖിതയെയും കർത്താവെ വളരെ നല്ലൊരു ഭാവി നൽകി അങ്ങ് അനുഗ്രഹിക്കണമേ. ആ മുഴുവൻ കുടുംബത്തെയും അങ്ങയുടെ നാമത്തിൽ ഈ സമയത്ത് ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പത്തനംതിട്ടയിൽ നിന്നുള്ള വെൽവിഷർക്കായി പ്രാർത്ഥിക്കുന്നു. ആർത്രൈറ്റിസ് പൂർണ്ണമായും യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. പുനലൂരിൽ നിന്നുള്ള ഷീബായി പ്രാർത്ഥിക്കുന്നു. നാളെ കർത്താവെ ഷീബയുടെ ബർത്ത്ഡേ ആണല്ലോ. ഞങ്ങൾ ചേർന്ന് കർത്താവെ തന്നെ അനുഗ്രഹിക്കുന്നു. എല്ലാ സാമ്പത്തികമായ കടബാധ്യതകളും മാറിപ്പോകേണ്ടതിനായി, പ്രശ്നങ്ങൾ മുഴുവൻ പരിഹരിക്കപ്പെടേണ്ടതിനായി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കുവൈറ്റിൽ നിന്നുള്ള ബ്ലെസ്സിന് വേണ്ടിയും ബിൻസിക്ക് വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഈ സഹോദരങ്ങൾ ഏറ്റവും നന്നായി പരീക്ഷയിൽ ഉയർന്ന ജയം അവർക്ക് ലഭിക്കേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ വിദ്യാഭ്യാസത്തെ അനുഗ്രഹിക്കണമേ. നല്ല ഒരു ഫ്യൂച്ചർ അവർക്ക് നൽകണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ലോർഡ്. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. Thank you so much, sponsors, for sponsoring today's episode. First we will read Psalm 113. ആദ്യം നാം ഒരുമിച്ച് വായിക്കാൻ പോകുന്നത് 113 സങ്കീർത്തനമാണ്. Verses 5 through 9. അതിന്റെ 5 മുതൽ 9 വരെയുള്ള വേദഭാഗങ്ങൾ. Who is like the Lord our God, the one who sits enthroned on high, who stoops down to look on the heavens and the earth. He raises the poor from the dust and lifts the needy from the ash heap. 5-ാമത്തെ വചനം, അത്യുന്നതങ്ങളിൽ സിംഹാസനസ്ഥനായിരുന്ന് കുനിഞ്ഞ് സ്വർഗത്തെയും ഭൂമിയെയും കടാക്ഷിക്കുന്ന നമ്മുടെ ദൈവമായ യഹോവയെ പോലെ ആരാണ് ഉള്ളത്? 7-ാമത്തെ വചനം, അവിടുന്ന് എളിയവനെ പൊടിയിൽ നിന്ന് ഉയർത്തുന്നു,
ദരിദ്രനെ കുപ്പയിൽ നിന്ന് ഉദ്ധരിക്കുന്നു. He seats them with princes, with the princes of his people. അവിടുന്ന് അവനെ പ്രഭുക്കന്മാരോട് കൂടെ സ്വജനത്തിന്റെ അധിപതികളോട് കൂടെ തന്നെ ഇരുത്തുന്നു. He settles the childless woman in her home as a happy mother of children. Praise the Lord. 9-ാമത്തെ വചനം, അവസാനത്തെ വചനം, അവിടുന്ന് വന്ധ്യയായവളെ മക്കളുടെ അമ്മയെപ്പോലെ സന്തുഷ്ടയാക്കി ഭവനത്തിൽ വസിപ്പിക്കുന്നു. യഹോവയെ സ്തുതിപ്പീൻ. Hallelujah. ഹല്ലേലൂയ. Our God is living in high heavens. നമ്മുടെ ദൈവം ഉയർന്നിരിക്കുന്ന സ്വർഗ്ഗത്തിൽ വസിക്കുന്നവനാണ്. His throne is above all other thrones. അവന്റെ സിംഹാസനം എന്നുള്ളത് മറ്റേത് സിംഹാസനത്തിന്റെ മേലെയാണ്. Hallelujah. ഹല്ലേലൂയ. He is the highest, or he is the most high God. അവൻ ഉയർന്നിരിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും ഉയർന്നിരിക്കുന്ന ദൈവമാണ്. But this verse says he is stooping down to look on the heavens and the earth. എന്നാൽ ഇപ്പോൾ നാം വായിച്ച വേദഭാഗം എങ്ങനെയാണ് പറയുന്നത്? ഉയർന്നിരിക്കുന്ന ഈ ദൈവം സ്വർഗത്തെയും ഭൂമിയെയും കടാക്ഷിക്കുവാൻ വേണ്ടി അവൻ കുനിയുകയാണ്. Can you get that picture right now? നിങ്ങൾക്ക് ആ ചിത്രം നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ വരുന്നുണ്ടോ? Where is God sitting? ഇപ്പോൾ ദൈവം എവിടെയാണ് ഇരിക്കുന്നത്? He is in the highest heaven. അവൻ സ്വർഗാദി സ്വർഗത്തിലാണ് ഇരിക്കുന്നത്. At the same time, his presence is everywhere. അപ്പോൾ തന്നെ സ്വർഗാദി സ്വർഗത്തിലിരിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം പ്രപഞ്ചം മുഴുവനുമുണ്ട്. The highest heaven is God's headquarters. ഇപ്പോൾ ഈ സ്വർഗാദി സ്വർഗം എന്നുള്ളതാണ് ദൈവത്തിന്റെ കേന്ദ്രം എന്നുള്ളത്. And from there he is stooping down to look into the sky and into the earth. ഇപ്പോൾ ആ സ്വർഗാദി സ്വർഗത്തിൽ നിന്നുകൊണ്ടാണ് അവൻ സ്വർഗത്തെയും ഭൂമിയെയും കുനിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുന്നത്. Hallelujah. ഹല്ലേലൂയ. And he is looking down because of 5 reasons. എന്തുകൊണ്ടാണ് അവൻ കുനിയുന്നത്? 5 കാരണങ്ങൾ നിമിത്തമാണ് അവൻ ഇവിടെ കുനിഞ്ഞു നോക്കുന്നത്. Number 1, it is to raise the poor from the dust. ഒന്നാമതായിട്ട് അവൻ കുനിയുന്നത് എളിയവനെ പൊടിയിൽ നിന്ന് ഉയർത്തുവാനായിട്ട്. Hallelujah. So he is the one who raises the poor people from the dust. എന്തിനെന്ന് ചോദിച്ചാൽ എളിയവനെ പൊടിയിൽ നിന്ന് ഉയർത്തുവാനായിട്ടാണ് അവൻ ഒന്നാമതായിട്ട് നിൽക്കുന്നത്. If any of you is going through financial crisis, poverty in your life, the Bible says God is looking from heaven above to the earth to uplift, to raise poverty stricken people from the dust. ഓർക്കുക, നിങ്ങളിൽ ആരെങ്കിലും സാമ്പത്തികമായി ഞെരുക്കം അനുഭവിച്ച് സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ, ഇന്ന് രാത്രി സ്വർഗത്തിലെ നിങ്ങളുടെ ദൈവം നിങ്ങളെ ആ പ്രശ്നത്തിൽ നിന്ന് ഉദ്ധരിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ദരിദ്രനെ കുപ്പയിൽ നിന്ന് ഉയർത്താൻ വേണ്ടിയിട്ട് ഇന്ന് രാത്രി അവനെ നിങ്ങളിലേക്ക് കുനിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിലായവർ ഒരു വലിയ ഹല്ലേലൂയ പറഞ്ഞാല്. Hallelujah. Hallelujah. If any poor man comes to me, ഏതെങ്കിലും ഒരു പാവപ്പെട്ട ദരിദ്രനായ ഒരു വ്യക്തി എൻ്റെ അടുക്കൽ വന്നാൽ, I have a limitation in helping that poor person. ആ പാവപ്പെട്ട വ്യക്തിയെ സഹായിക്കുവാൻ എനിക്ക് ചില പരിധികളൊക്കെ ഉണ്ട്. But God says, എന്നാൽ ദൈവം പറയുന്നു, I can help any poverty stricken guy in this world. ഈ ലോകത്തിലെ ഏത് ദാരിദ്ര്യം അനുഭവിക്കുന്ന വ്യക്തിയെയും എനിക്ക് സഹായിക്കാൻ സാധിക്കും. Because he is so rich. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ നമ്മുടെ ദൈവം അത്രത്തോളം ധനാഢ്യനാണ്. His treasury is full of wealth. അവന്റെ ഖജനാവ് മുഴുവൻ സമ്പത്ത് നിറഞ്ഞിരിക്കുന്നവനാണ്. Hallelujah. ഒരു ഹല്ലേലൂയ പറഞ്ഞാല്. If you are going through any financial toughness in your life, നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ നിങ്ങൾ ഇപ്പോൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ, I can show you a very wealthy person. എനിക്ക് നിങ്ങളെ വളരെ ധനമുള്ള ഒരു വ്യക്തിയെ പരിചയപ്പെടുത്താൻ സാധിക്കും. His resources will never run out. അവന്റെ സ്രോതസ്സുകൾ ഒരിക്കലും ഉതിർന്നു തീർന്നു പോകുന്നില്ല. Anytime you can receive
how much you want, you can receive from Him. ഏത് സമയത്തും എത്രത്തോളം നിങ്ങൾക്ക് ആവശ്യമുണ്ടോ ആ ആവശ്യങ്ങൾ മുഴുവൻ അവനിൽ നിന്ന് നിങ്ങൾക്ക് വാങ്ങിച്ചെടുക്കാൻ സാധിക്കും. Hallelujah. ഹല്ലേലൂയ. From today, ഇന്നു മുതൽ if you look to that wealthy God, ആ ഒരു ധനാഢ്യനായ വ്യക്തിയെ നിങ്ങൾ നോക്കിക്കൊണ്ടിരുന്നാൽ financially സാമ്പത്തികമായി and spiritually, അപ്പോൾ തന്നെ ആത്മികമായി you will get rich. നിങ്ങൾ ധനവാനായി സമ്പന്നനായി മാറുകയാണ്. That's what my Bible says. അതാണ് എന്റെ ബൈബിൾ നമ്മോട് ആവശ്യപ്പെടുന്നത്. Secondly, it is to lift the needy from the ash heap. രണ്ടാമതായിട്ട്, മലയാളത്തിൽ ഒന്ന് തിരിഞ്ഞിട്ടാണ് കിടക്കുന്നത്, രണ്ടാമതായിട്ട് എളിയവനെ പൊടിയിൽ നിന്ന് ഉയർത്തുന്നു. Hallelujah. ഹല്ലേലൂയ. English Bible says he is lifting the needy from the ash heap. അവിടെ രണ്ടാമത്തെ ഭാഗത്ത് ഇംഗ്ലീഷ് ബൈബിളിൽ കാണുന്നത് അവൻ ആവശ്യമുള്ളവനെ, ആവശ്യക്കാരനെ അവൻ പൊടിയിൽ നിന്ന് ഉയർത്തിയെടുക്കുന്നു. ചാരത്തിൽ നിന്ന്. Hallelujah. ഹല്ലേലൂയ. That means if you are sitting in ashes, that means everything is burnt down, nothing left. From that ash, God can lift you up. അതിന്റെ അർത്ഥം ഇതാണ്, നിങ്ങൾ ചാരത്തിലാണ് കിടക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ ഉണ്ടാക്കിയ സകല സാമ്രാജ്യവും, നിങ്ങൾ ഇതുവരെ അധ്വാനിച്ച സകല സംഭവങ്ങളും തീർന്ന് നാമാവശേഷമായി ചാരമായി കിടക്കുന്ന അവസ്ഥയിലാണ് നിങ്ങൾ ഇപ്പോൾ കിടക്കുന്നതെങ്കിൽ സ്വർഗത്തിലെ ദൈവം ഇന്ന് രാത്രി കുനിഞ്ഞ് ആ സ്ഥിതിയിൽ നിന്ന് നിങ്ങളെ ഉയർത്തിയെടുക്കുകയാണ്. എത്ര പേര് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട്? Some people go through great financial crisis. ചില ആളുകൾ വളരെ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. They toil and moil, they work hard and they build something, then suddenly everything is flown away. വളരെയധികം അധ്വാനിച്ചു കഷ്ടപ്പെട്ടു ചില കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയെങ്കിലും ഒരു പ്രത്യേക സമയത്ത് സകലതും എല്ലാം തകർന്നടിഞ്ഞിരിക്കുന്ന പോലത്തെ അവസ്ഥകൾ. Sometimes the business collapse. ചില സമയങ്ങളിൽ ബിസിനസ് തകർന്നുപോയി. Then they lose their confidence also. ആ സമയത്ത് അവരുടേതായ ആത്മവിശ്വാസം നഷ്ടമായ ചില വ്യക്തികൾ ഇവിടെയുണ്ട്. And many people, they want to die. ചില ആളുകളൊക്കെ മരിച്ചാൽ മതി എന്ന് പറഞ്ഞിരിക്കുന്ന വ്യക്തികൾ. This world is not fair to me. ഈ ലോകം എനിക്കൊരു നന്മയും ചെയ്തിട്ടില്ല എന്ന് പറയുന്നവർ. I don't want to live here. അതുകൊണ്ട് എനിക്ക് ഈ ലോകത്തിന് ജീവിക്കണ്ട എന്ന് പറയുന്നവർ. But cheer up my brother. എന്നാൽ എന്റെ സഹോദരനെ ഇപ്പോൾ ഉന്മേഷത്തോടെ നിൽക്കുക. The Bible says, ബൈബിൾ നിങ്ങളോട് പറയുകയാണ്, his hands are so long, he can pick you from that ashes and he can lift you up again. ഓർക്കുക, കിടക്കുന്ന ചാരത്തിന്റെ നടുവിൽ വന്ന് നിന്നെ പൊക്കിയെടുത്ത് ഉയർത്തുവാൻ തക്ക വിധത്തിൽ നീ വിശ്വസിക്കുന്ന ദൈവത്തിന്റെ കരങ്ങൾക്ക് വളരെ നീളമുണ്ട്. Can you shout hallelujah? ഒരു ഹല്ലേലൂയ പറയാമോ? Hallelujah. ഹല്ലേലൂയ. Our God is the most high God. ഓർക്കുക, നമ്മുടെ ദൈവം ഏറ്റവും ഉയർന്നിരിക്കുന്ന ദൈവമാണ്. But he is into the uplifting business. അവന് ഇപ്പോൾ ആളുകളെ ഉയർത്തി പൊക്കി വിടുന്ന ബിസിനസ് ഉള്ളവനാണ്. Hallelujah. ഹല്ലേലൂയ. You may be in a pit. ഒരു പക്ഷെ നിങ്ങൾ ഇപ്പോൾ ഒരു കുഴിയിലായിരിക്കാം. A very desolate pit with in miry clay. ഒരു പക്ഷെ വളരെ കുഴഞ്ഞ ചേറ്റിൽ വല്ലാത്ത ഒരു പൊട്ട കിണറ്റിലായിരിക്കാം നിങ്ങൾ ആയിരിക്കുന്നത്. The more you try to lift yourself, you're going down. എത്രത്തോളം നിങ്ങൾ ഉയരാൻ വേണ്ടി ആ കുഴിക്കകത്ത് കിടന്ന് ശ്രമിക്കുന്നതോറും ആ ചെളിക്കകത്തേക്ക് നിങ്ങൾ വീണ്ടും താണുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. But God is stooping down to see it. എന്നാൽ ഓർക്കുക, ഈ അവസ്ഥയിൽ സകലരും നിന്നെ കൈവിട്ടെങ്കിലും ദൈവം നിന്നെ ഇപ്പോൾ കുനിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. He is not just watching you. അവൻ നിന്നെ ദൂരത്ത് നിന്ന് വെറുതെ നോക്കിക്കൊണ്ടിരിക്കുക മാത്രമല്ല, He is organizing something, he is coordinating something, he is planning something to lift you up from that situation. അവൻ വെറുതെ നിന്നെ നോക്കിക്കൊണ്ടിരിക്കുകയല്ല, മറിച്ച കുഴഞ്ഞ ചേറ്റിൽ നിന്ന് നിന്നെ
പൊക്കിയെടുക്കുവാനുള്ള ചില പദ്ധതികൾ, ചില പ്ലാനുകൾ അവൻ നിനക്ക് വേണ്ടി ആവിഷ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. Hallelujah. Hallelujah. If you commit all your plans, all your life into the hands of God, He will do the rest. ഓർക്കുക, നിങ്ങളുടെ പദ്ധതികളും നിങ്ങളുടെ പ്ലാനുകളും ദൈവത്തിന്റെ കയ്യിലേക്കൊന്ന് കൊടുക്കാമെങ്കിൽ അവന്റെ പദ്ധതികൾ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്തു തീർക്കാൻ സാധിക്കും. Shout one more hallelujah. ഒരിക്കൽ കൂടെ കൈകൾ ഉയർത്തി ഒരു വലിയ ഹല്ലേലൂയ പറഞ്ഞാല്. Thirdly, He seats them with princes. മൂന്നാമതായിട്ട് അവിടെ കാണുന്നു, ഇങ്ങനെ താഴെ കിടക്കുന്നവരെ അവൻ പ്രഭുക്കന്മാരോട് കൂടെ ഇരുത്തുന്നു. He wants to honor you. അവൻ നിന്നെ മാനിക്കാൻ ആഗ്രഹിക്കുന്നു. Hallelujah. Hallelujah. He wants to place you in some positions. അതിന്റെ അർത്ഥം അവൻ നിങ്ങളെ ഈ കുഴിയിൽ നിന്നും പൊടിയിൽ നിന്നും കരകയറ്റിയിട്ട് ചില സ്ഥാനങ്ങളിൽ നിങ്ങളെ ഇരുത്തുവാൻ ഉറപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. Hallelujah. Hallelujah. It may be unbelievable for you when you hear it. ഇത് കേൾക്കുന്ന സമയത്ത് നമുക്കിതൊക്കെ അങ്ങ് വിശ്വസിക്കാൻ അല്പം പ്രയാസം തോന്നും. But that is what Jesus is doing. എന്നാൽ അതാണ് സത്യത്തിൽ യേശു കർത്താവ് നമുക്ക് വേണ്ടി ചെയ്യുന്നത്. Hallelujah. Hallelujah. Fourthly, He settles the childless women in their home. നാലാമതായിട്ട് നാം കാണുന്നു, വന്ധ്യയായവളെ ഭവനത്തിൽ അവൻ വസിപ്പിക്കുന്നു. Hallelujah. Hallelujah. Childless women. അതായത് Childless wives. കുഞ്ഞുങ്ങളില്ലാത്ത ചില ആളുകൾ. And God settles them in their homes. അതിന്റെ അർത്ഥം അതായത് അവളെ ദൈവം ഭവനത്തിൽ അവളെ ഉറപ്പിക്കുന്നു. And finally, God says He makes childless women happy mothers. അഞ്ചാമതായിട്ട് കാണുന്നു, ഈ കുഞ്ഞുങ്ങളില്ലാത്ത വന്ധ്യയായ ഈ സ്ത്രീയെ മക്കളുള്ളവളാക്കി തീർക്കുന്നു. അവളെ മക്കളുള്ളവളെ പോലെ സന്തോഷവതിയാക്കുന്നു. Hallelujah. Hallelujah. In blessing festivals and in many of our meetings, so many couples come with the gift they receive from the Lord. സാധാരണ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ ഒക്കെ നടക്കുമ്പോൾ, ഒത്തിരി മീറ്റിങ്ങുകളൊക്കെ നടക്കുമ്പോൾ ഒത്തിരി ദമ്പതികൾ അവർക്ക് ദൈവം കൊടുത്ത ദാനവുമായിട്ട് വരുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. For so many years their married life was empty. ഒത്തിരി വർഷങ്ങൾ അവരുടെ കുടുംബജീവിതം ശൂന്യമായിരുന്നു എന്നൊക്കെ. But this is what God does. എന്നാൽ ഇതാണ് അത്തരം ആളുകൾക്ക് വേണ്ടി ദൈവം ചെയ്യുന്നത്. He is stooping down from heaven. അവൻ സ്വർഗ്ഗത്തിൽ നിന്ന് നമ്മെ കുനിഞ്ഞു നോക്കി to identify women with no children going through frustration and shame, and He gives them children and make them happy mothers. നോക്കുക, അവരെ കുഞ്ഞുങ്ങളില്ലാത്തതിന്റെ ആ സങ്കടത്തിൽ നിന്നും ആ നിരാശയിൽ നിന്നും അവരെ പുറത്തു കൊണ്ടുവന്ന് അവർക്ക് സന്തോഷം കൊടുത്തതിന് ശേഷം അവരെ മക്കളുള്ളവർ സന്തോഷിക്കുന്ന അവസ്ഥയിലേക്ക് ദൈവം അവരെ കൊണ്ടുവന്നെത്തിക്കുകയാണ്. Hallelujah. ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞാലും. These 5 things are only a sample of the things what the Most High God is doing. ഈ 5 കാര്യങ്ങൾ എന്നുള്ളത് അവൻ കുനിഞ്ഞു നോക്കുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങളുടെ ഒരു സാമ്പിൾ മാത്രമാണ്. Hallelujah. Hallelujah. He is doing hundreds and thousands of other things. അവൻ അതുപോലെ തന്നെ നൂറുകണക്കിന് ആയിരക്കണക്കിന് കാര്യങ്ങൾ നമുക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. Hallelujah. Hallelujah. In whatever situation you are in, നിങ്ങളുടെ അവസ്ഥ ഏത് തന്നെയാണെങ്കിലും the Lord is stooping down and seeing the people in Surat. നിങ്ങളുടെ അവസ്ഥയിലേക്ക് ദൈവം കുനിഞ്ഞു നോക്കിയാണ്. സൂററ്റിലുള്ള ഓരോ വ്യക്തിയുടെ അവസ്ഥയിലേക്ക് യേശു കർത്താവ് കുനിഞ്ഞു നോക്കിയാണ്. Hallelujah. ഹല്ലേലൂയ. ഈ മോളുടെ പേര് ജിഷ എന്നാണ്. തനിക്ക് മഞ്ഞപ്പിത്തം പിടിപെട്ടു. ഇവരാദ്യം ട്രീറ്റ്മെൻറ്റ് ചെയ്തത് ആയുർവേദമായിരുന്നു. ആയുർവേദ ചികിത്സ നടത്തി. പക്ഷേ ജനുവരി മാസമായപ്പോഴേക്കും അതുകൊണ്ടൊന്നും കുറയാതെ കുറച്ച് കൂടിയ നിലയിൽ ഇവർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ ഡോക്ടർമാർ പറഞ്ഞത് ഇങ്ങനെയാണ്. ഇത് 2 ദിവസം കഴിഞ്ഞപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു, ഒരു ചാൻസുമില്ല, ജീവൻ തിരിച്ചു കിട്ടുവാൻ ഒരു ചാൻസുമില്ല. അത്രത്തോളം മഞ്ഞപ്പിത്തം തൻ്റെ ശരീരത്തിൽ വ്യാപിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ജീവൻ തിരിച്ചു കിട്ടാൻ ഒരു സാധ്യതയുമില്ല എന്ന് പറഞ്ഞു.
തൻ്റെ പ്രധാന പ്രശ്നമെന്ന് പറയുന്നത് ഈ മഞ്ഞപ്പിത്തം മൂലം തൻ്റെ ബ്ലഡിൻ്റെ കൗണ്ട് കുറയുകയായിരുന്നു. അപ്പോൾ ഏകദേശം എല്ലാ ദിവസവും ഇവർ ബ്ലഡ് ഓരോ കുപ്പി വീതം തൻ്റെ ശരീരത്തിൽ കയറ്റുമായിരുന്നു. അങ്ങനെ 9 കുപ്പിയോളം തൻ്റെ ശരീരത്തിൽ ബ്ലഡ് കയറ്റി. 10ാമത്തെ കുപ്പി വാങ്ങുവാൻ പോകുന്ന വഴി തൻ്റെ പപ്പയുടെ സഹോദരൻ അദ്ദേഹം നമ്മുടെ പ്രെയർ കോൾ സെൻറ്ററിലോട്ട് വിളിച്ച് ഈ മകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പ്രാർത്ഥിക്കുമ്പോൾ ആ കോൾ സെൻറ്ററിൽ പ്രാർത്ഥിച്ചിരുന്ന പ്രെയർ വോരിയേഴ്സ് എങ്ങനെയാണ് പ്രാർത്ഥിച്ചത്? ഒരിക്കലും മരണത്തിന് ഈ മകളെ വിട്ടുകൊടുക്കുകയില്ല എന്ന് പറഞ്ഞു പ്രാർത്ഥിച്ചു. ഈ മകൾ പറയുന്നത് എങ്ങനെയാണ്? ഒരു സാധ്യതയും ഇല്ല എന്ന് പറഞ്ഞ ആ ഡോക്ടർ തന്നെ പിറ്റേ ദിവസം മുതൽ കാണുവാനിടയായി തൻ്റെ ശരീരത്തിൽ ബ്ലഡിൻ്റെ കൗണ്ട് കൂടുവാൻ തുടങ്ങി. അതുവരെ തൻ്റെ കളർ ആ ഇട്ടിരിക്കുന്ന ചുരിദാറിൻ്റെ കളർ പോലെ ആയിരുന്നു മഞ്ഞപ്പിത്തം മൂലം. പക്ഷേ ആ കളറിന് മാറ്റം സംഭവിച്ചു. ബ്ലഡിൻ്റെ കൗണ്ട് കൂടുവാൻ തുടങ്ങി. ഈ മകൾ പറയുന്നത് ഇങ്ങനെ, ഫെബ്രുവരി മാസം ആദ്യ ആഴ്ചയിൽ തന്നെ ഡിസ്ചാർജ് ചെയ്തു. തനിക്കിപ്പോൾ ഒരു കുഴപ്പമില്ലാതെ, ഡോക്ടർ ഒരു മരുന്നും എഴുതിയിട്ടില്ല, തന്നെ പൂർണ്ണമായും സൗഖ്യമാക്കി യേശു വിടുവിച്ചിരിക്കുക. ഹല്ലേലൂയ. എത്ര നാള് കുട്ടി ഈ പ്രശ്നം കൊണ്ട് ബുദ്ധിമുട്ടിയിരുന്നു? 1 മാസം. 1 മാസത്തോളം. ഡോക്ടേഴ്സ് വളരെ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞിരുന്ന സാഹചര്യത്തിൽ പ്രയർ കോൾ സെന്ററിൽ വിളിച്ചു കഴിഞ്ഞതിന് ശേഷമുള്ള അനുഭവം എന്തായിരുന്നു? പെട്ടെന്നുണ്ടായ ബ്ലഡ് കൂടി എന്ന് പറഞ്ഞു ഡോക്ടർ. പെട്ടെന്ന് ബ്ലഡ് കൂടി, പിന്നെ ബ്ലഡ് കയറ്റേണ്ടി വന്നില്ല? ഇല്ല. പ്രൈസ് ഗാഡ്. കൈകളടിച്ച് കർത്താവിനെ ഒന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ. കൈകൾ നീട്ടി കുഞ്ഞിനെ ഒന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ച കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഈ മകളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വലിയ ദാനത്തിനായി, ഈ വലിയ സൗഖ്യത്തിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു കർത്താവേ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഈ സമയത്ത് ഉള്ളിൽ വിശ്വസിക്കുക, 800-ലധികം എപ്പിസോഡുകൾ ബ്ലെസ്സിങ് ടുഡേയിൽ നിന്നും ടെലികാസ്റ്റ് ചെയ്തതിൽ ഓരോന്നിലും എനിക്ക് തോന്നുന്നു ഒരു എപ്പിസോഡിൽ പോലും രോഗസൗഖ്യമോ അല്ലെങ്കിൽ ഒരു അത്ഭുതമോ നടക്കാത്തതായിട്ടില്ല. ലോകത്തിലെ എവിടെയെങ്കിലുമൊക്കെ ആരെയെങ്കിലുമൊക്കെ കർത്താവ് വിടുവിക്കുന്നുണ്ട്, സൗഖ്യമാക്കുന്നുണ്ട്. എല്ലാറ്റിൻ്റെയും റിസൾട്ട് നമ്മുടെ കയ്യിൽ ഇതുവരെ ലഭിച്ചിട്ടുമില്ല. ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾക്ക് വേണ്ടി കർത്താവ് ഇന്ന് ചിലത് പ്രവർത്തിക്കും. നിങ്ങളതുപോലെ തന്നെ വിശ്വസിക്കുക. സ്ക്രീനിലേക്ക് കൈനീട്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ നാമത്തിൽ ദൈവിക രോഗസൗഖ്യങ്ങൾ കർത്താവെ ഈ സമയത്ത് ദശലക്ഷക്കണക്കിന് വ്യക്തികളിലേക്ക് ഒരേ സമയം അങ്ങ് പകരുന്നതിനാൽ നന്ദി പറയുന്നു. താങ്ക് യു ലോർഡ്. കർത്താവെ, ചെറുതും വലുതുമായ എല്ലാ രോഗങ്ങളെയും സൗഖ്യമാക്കുവാൻ ഞങ്ങളുടെ സ്രഷ്ടാവായ ദൈവത്തിന് സാധിക്കും. അങ്ങ് ഞങ്ങളെ സൃഷ്ടിച്ചെങ്കിൽ ഞങ്ങളുടെ ശരീരങ്ങളിൽ വേണ്ട കേടുപാടുകൾ നീക്കുന്ന ശുശ്രൂഷയും കർത്താവെ നീ തന്നെ ചെയ്യുവാൻ ശക്തനാണല്ലോ. ഈ സമയത്ത് വിശ്വസിക്കുന്നവരിലേക്ക് ദൈവിക രോഗ സൗഖ്യങ്ങൾ ഇപ്പോൾ തന്നെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹാർട്ടിൻ്റെ രോഗങ്ങൾ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. താങ്ക് യു ജീസസ്. അധികം പ്രായമില്ലാത്ത 10 വയസ്സിൽ താഴെയുള്ള ചില കുഞ്ഞുങ്ങളിലുള്ള ആസ്മ രോഗം വളരെ വ്യക്തമായി പരിശുദ്ധാത്മാവ് പറയുന്നു സൗഖ്യമാകുകയാണ് യേശുവിൻ്റെ നാമത്തിൽ. ആ കുഞ്ഞ് നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ആ കുഞ്ഞിൻ്റെ മേൽ കൈവച്ച് പ്രാർത്ഥിക്കാം. ഈ സമയത്ത് യേശുവിൻ നാമത്തിൽ ആസ്മ രോഗം സൗഖ്യമായിട്ട് രാത്രിയിലൊക്കെ ഉറങ്ങാൻ ബുദ്ധിമുട്ടുള്ള ചില കുഞ്ഞുങ്ങൾ പൂർണ്ണ സൗഖ്യം കർത്താവ് ഈ സമയത്ത് കൊടുക്കുന്നു. അതുപോലെ കുടലിനകത്തുള്ള ചില അൾസർ, അതുപോലെ വേറെന്തൊക്കെയോ പ്രശ്നങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. നട്ടെല്ല് സൗഖ്യമാകുന്നു ഇൻ ജീസസ് നെയിം. അതുപോലെ ഷുഗർ പ്രോബ്ലമുള്ള വ്യക്തികളെ കർത്താവ്, ഡയബറ്റീസ് ഉള്ള വ്യക്തികളെ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്നുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യം ഉണ്ടാകട്ടെ ഇൻ ജീസസ് നെയിം. ആർത്രൈറ്റിസ് യേശുവിൻ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. വെരിക്കോസ് വെയിൻ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. എല്ലാ രോഗങ്ങളും എടുത്തു പറയുവാൻ ഒരുപക്ഷെ നമുക്ക് എപ്പിസോഡുകളിൽ സാധ്യമല്ല. എല്ലാ രോഗത്തിൻ്റെയും പേര് പോലും നമുക്ക് അറിഞ്ഞുകൂടാം. പല രോഗങ്ങളും കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല. നിങ്ങളുടെ പ്രശ്നം എന്താണെങ്കിലും ഈ സമയത്ത് വിശ്വസിക്കുക. യേശുവിൻ്റെ നാമത്തിൽ രോഗത്തിൻ്റെ പേരോ അതിൻ്റെ കാലപ്പഴക്കമോ എന്തായിരുന്നാലും യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യങ്ങൾ നടക്കട്ടെ. കർത്താവേ, നീ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി പറയുന്നു.
യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് ധാരാളമായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ ആഴ്ചയിൽ വെള്ളിയാഴ്ച ഹരിപ്പാട് നമ്മുടെ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ നടക്കുകയാണ്. തീർച്ചയായും വരണം. അതുപോലെ മൂവാറ്റുപുഴയിൽ നമ്മുടെ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ നടക്കുന്നു. ഇതിൽ 2 ലേക്കും എല്ലാവരെയും സ്വാഗതം ചെയ്യുന്ന കർത്താവ് അതിലൂടെ ഒത്തിരി അനുഗ്രഹങ്ങൾ ആയിരക്കണക്കിന് പേർക്ക് ബ്ലെസ്സിങ് ഫെസ്റ്റിവലുകളിലൂടെ അനുഗ്രഹങ്ങൾ കർത്താവ് നൽകിക്കൊണ്ടിരിക്കുകയാണ്. ബ്ലെസ്സിങ് ടുഡേയിൽ നിന്നുള്ള പുസ്തകങ്ങൾ, CD-കൾ, പ്രോഡക്റ്റുകളൊക്കെ ആവശ്യമുള്ളവർക്ക് സ്ക്രീനിലെ നമ്പറിൽ വിളിച്ച് നിങ്ങൾക്ക് ആവശ്യപ്പെടാം. തപാൽ മാർഗം അത് നിങ്ങളുടെ വീടുകളിൽ എത്തും. ബ്ലെസ്സിങ് ഫെസ്റ്റിവലിൽ വന്നാൽ നേരിട്ട് നിങ്ങൾക്കത് കരസ്ഥമാക്കാൻ കഴിയും. കർത്താവ് ഒത്തിരി 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 നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നാളത്തെ എപ്പിസോഡ് കാണാൻ മറക്കരുത്. ബ്ലെസ്സിങ് ടുഡേയെക്കുറിച്ച് ഇതുവരെ അറിയാത്തവരോട് പറയണം, വാച്ച് ചെയ്യാൻ പറയണം. കർത്താവ് അതിലൂടെ അവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ബൈ. വെൽക്കം ബാക്ക് ടു ബൈബിൾ ആൻഡ് യു. ഇന്നത്തെ ചോദ്യം ഇതാണ്: യഹോവ സ്നേഹിച്ച ദാവീദിന്റെ പുത്രൻ ആരായിരുന്നു? വിച്ച് സൺ ഓഫ് ഡേവിഡ് വാസ് ലവ്ഡ് ബൈ ഗോഡ്? ഓപ്ഷൻസ്: എ മെഫീബോശെത്ത്, ബി അബ്ശാലോം, സി അമ്നോൻ, ഡി സൊലോമോൻ. നിങ്ങളുടെ ഉത്തരങ്ങൾ 9645221221 എന്ന നമ്പറിലേക്ക് SMS ചെയ്യുക. ചെയ്യേണ്ട ഫോർമാറ്റ് BT സ്പേസ് ABC or D സ്പേസ് നിങ്ങളുടെ പേരും പൂർണ്ണ മേൽവിലാസവും. ശരിയുത്തരം അയക്കുന്നവർക്ക് സമ്മാനങ്ങൾ നൽകുന്നത് OM ബുക്സ് ആണ്. പ്രാർത്ഥനയ്ക്കും മറ്റ് വിവരങ്ങൾക്കുമായി ഇപ്പോൾ തന്നെ വിളിക്കുക 0484 4222 111 0484 4222 ഞങ്ങളുടെ വെബ്സൈറ്റുകൾ www.themasterministries.org, www.blessingtoday.tv, ഇമെയിൽ info@blessingtoday.tv. ഞങ്ങളുടെ അഡ്രസ് ബ്ലെസ്സിംഗ് ടുഡേ, പോസ്റ്റ് ബോക്സ് നമ്പർ 2215, ഇടപ്പള്ളി PO, കേരള, ഇന്ത്യ 682024.